ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് വയനാട് ജില്ലയിലെ ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ്. പ്രകൃതിയുടെ കയ്യൊപ്പ് പതിഞ്ഞ മഞ്ഞിൽ പുതച്ചു നിൽക്കുന്ന വയനാടൻ മലനിരകളിലൂടെയുള്ള ഒരു യാത്ര ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. കർണാടക അതിർത്തിയോട് ചേർന്ന് ബ്രഹ്മഗിരി മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ മഹാവിഷ്ണു ക്ഷേത്രം പിതൃതർപ്പണത്തിനുള്ള വടക്കേ മലബാറിലെ ഒരു പ്രധാന ക്ഷേത്രമാണ്. മുപ്പത് കരിങ്കൽ തൂണുകളാൽ താങ്ങി നിൽക്കുന്ന ഈ ക്ഷേത്രം ഏകദേശം 1000-ലധികം പഴക്കമുള്ളതായാണ് പറയപ്പെടുന്നത്. പിതൃമോക്ഷത്തിനായി ബ്രഹ്മാവ് മഹാവിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തി ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം. ക്ഷേത്രത്തിലെ ആവശ്യങ്ങൾക്കുള്ള ജലം എത്തിക്കുന്നതിന് വേണ്ടി ചിറക്കൽ തമ്പുരാട്ടി പണികഴിപ്പിച്ച കരിങ്കൽ പാത്തിപ്പാലം, കിലോമീറ്ററോളം നീളുന്ന ഈ പാലം വാസ്തുവിദ്യയുടെ ഒരു അവിശ്വസനീയമായ കാഴ്ചയാണ്. ക്ഷേത്രത്തിൻ്റെ ഇടതുവശത്തുള്ള കരിങ്കൽ പതിച്ച വഴിയിലൂടെ താഴോട്ടിറങ്ങുമ്പോൾ കാടിൻ്റെ വശ്യമനോഹാരിതയിലൂടെ അല്പം മുന്നോട്ട് പോകാം. മുന്നോട്ട് പോകുമ്പോൾ വഴിയുടെ ഇടതുവശത്തായി കാണുന്ന ഗുണ്ടിക ശിവക്ഷേത്രം. ചെറിയ ചെറിയ കല്ലുകൾ അടുക്കി വെച്ച ഈ വഴിയിലൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് ആ ഗുഹാക്ഷേത്രത്തിന് മുന്നിലെത്താവുന്നതാണ്. അഞ്ച് തീർത്ഥങ്ങൾ കൂടിച്ചേരുന്ന പഞ്ചതീർത്ഥക്കുളമാണ് ഇവിടുത്തെ മറ്റൊരു കാഴ്ച. പഞ്ചപാണ്ഡവർ പിതൃതർപ്പണത്തിനായി വന്നപ്പോൾ നിർമ്മിച്ചതാണ് ഈ പഞ്ചതീർത്ഥക്കുളം എന്നാണ് ഐതിഹ്യം. തുടർന്ന് കാടിൻ്റെ നടുവിലൂടെയുള്ള കരിങ്കൽ പാതയിലൂടെ കാടിൻ്റെ മനോഹാരിതയും ആസ്വദിച്ച് മുന്നോട്ട് നീങ്ങി അവസാനമായി നാം എത്തിച്ചേരുന്നത് പാപനാശിനി പുഴയിലാണ്. പരശുരാമനും ശ്രീരാമനും അതുപോലെ തന്നെ പഞ്ചപാണ്ഡവരും ഇവിടെ വന്ന് പിതൃതർപ്പണം നടത്തിയെന്നാണ് ഇവിടുത്തെ ഐതിഹ്യം. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നും കേരളത്തിൻ്റെ പുറത്തു നിന്നും നിരവധി പേർ ഇവിടെ വന്ന് പിതൃതർപ്പണം നടത്തി പോകാറുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പ്ലീസ് സപ്പോർട്ട്. താങ്ക് യു.